ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമാവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമാവചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം നയിക്കുന്നവരായി തീരുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. യേശുവേ, വചനമാകുന്ന അങ്ങ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു പരിവർത്തനം സൃഷ്ടിക്കാൻ പാകത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. വചനത്തിലൂടെ വലിയൊരു സന്ദേശം, സത്യമാകുന്ന അങ്ങയുടെ നാമം ലോകം മുഴുവനും ഏറ്റു പറയാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് ഒരുക്കണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിലേറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മളിതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിലെ 19:25. ഇവരെയും ഇതേ തൊഴിലിലേർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു, മാന്യരെ, നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളെല്ലാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫെസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നതും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ഒരു വെള്ളിപ്പണിക്കാരുടെ ലഹള, അതായത് അർത്തേമിസ് എന്നുള്ള ഒരു ദേവിയുടെ വെള്ളി മാതൃകകളൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരെ പൗലോസ്ലീഹയ്ക്ക് എതിരെ ഒരു പ്രക്ഷോഭത്തിന് തുനിഞ്ഞിറങ്ങാണ്. കാരണം അവരുടെ റെഗുലറായിട്ടുള്ള ഒരു വരുമാന മാർഗം നിലയ്ക്കുകയാണ്. ഒപ്പം തന്നെ അവരുടെ ഒരു മതാചാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കുറേ ഒരു ഉള്ളിൽ അല്ല അവരുടെ ഒരു സമൂഹത്തിലൊക്കെ വരുന്ന ഒരു പ്രശ്നങ്ങളെയൊക്കെ പ്രതിപാദിപ്പിക്കാൻ വേണ്ടി വലിയ ഒരു മാരകമായ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണത്. ഇത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആരാണെങ്കിലും അവർക്ക് ഇതുപോലെ ഒരു തദ്ദേശീയവാസികളുടെ ഇടയിൽ നിന്ന് ഒരു പീഡനവും ഒരുങ്ങി ഒരു അമർഷമൊക്കെ നമ്മൾ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്നത്തെ റേമ വചനത്തിനേക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ ഒരു പ്രാർത്ഥനാ സഹായം നമ്മളെല്ലാവർക്കും വേണ്ടി എത്തിക്കുക, അല്ലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് സുവിശേഷ പ്രഘോഷണത്തിന് നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് പറ്റിയെന്ന് വരില്ല. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇത്തരക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആമേൻ.